ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ സ്പെഷ്യൽ നല്ല ടേസ്റ്റി ആയിട്ടൊരു മട്ടൻ കറിയാണ്. കറിക്കായിട്ട് 1 കിലോ മട്ടനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കുറച്ച് എല്ലോടും കുറച്ച് നെയ്യോടും കൂടെയുള്ള മട്ടനാണ് കറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ്. കഴുകി വൃത്തിയാക്കി വെച്ച മട്ടനിലേക്ക് 2 ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കാം. വേഗത്തിൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടാനാണ് നമ്മൾ വിനെഗർ ചേർക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഈ കറിക്ക് വേണ്ടിയിട്ടൊരു അരപ്പ് റെഡിയാക്കേണ്ടതുണ്ട്. അരപ്പിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു കുഞ്ഞു സവോളയുടെ പകുതി, ഒരു തക്കാളിയുടെ പകുതി, ഒരു തുടം വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു പിടിയോളം മല്ലിച്ചപ്പ്, അതിൻ്റെ പകുതിക്ക് പുതിന, ഒരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്. ഇതെല്ലാം കൂടെ നമുക്ക് നല്ല ഫൈനായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം. ഈ അരപ്പിൻ്റെ പകുതിയോളം മട്ടണിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. പിന്നെ നമ്മൾ ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർക്കാം. 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. കൂടെ തന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് 2.5 ടീസ്പൂണ് തൈരാണ്. തൈരൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം അങ്ങോട്ട് യോജിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ ഒരു സമയം കൊണ്ട് ഈ മസാല നന്നായി പിടിച്ചോളും. ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ കറിയിലത്തെ മട്ടണിന് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. അരമണിക്കൂറിന് ശേഷം നമുക്കിത് കുക്കറിൽ 5 വിസിൽ വരെ വേവിച്ചെടുക്കാം. ചില മട്ടണ് കുറച്ചുകൂടെ വേവ് ഉണ്ടായിരിക്കും, അതിനനുസരിച്ച് കുറച്ച് ടൈമും കൂടെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. മട്ടൻ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാനുള്ള മസാല റെഡിയാക്കാം. ഒരു പാന് ചൂടായി വന്നാൽ 1 ടീസ്പൂണ് പെരുംജീരകം, 1/2 ടീസ്പൂണ് നല്ല ജീരകം, 3 ഏലക്ക, 5-8 ഗ്രാമ്പൂ, 2 വലിയ കഷ്ണം പട്ട എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വന്നോട്ടെ. ഫ്ലെയിം ചെറുതാക്കി വെക്കാം. ഒന്ന് മൂത്ത് നല്ല സ്മെല്ല് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 മീഡിയം സവോള അരിഞ്ഞത് ചേർത്ത് വഴറ്റാം. നമ്മൾ ഇതിൽ എണ്ണ യൂസ് ചെയ്യുന്നില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിക്കാതെ തന്നെ നമ്മുടെ ഉള്ളി വഴന്ന് വന്നോളും. ഇതിലേക്ക് നമുക്ക് ഒരു 3 പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് തന്നെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ അരപ്പുണ്ടല്ലോ, അതിൻ്റെ പകുതി നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. സവോള നല്ലോണം വാടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 മീഡിയം തക്കാളിയാണ് ചേർക്കുന്നത്. എല്ലാം ഒന്നുകൂടെ യോജിപ്പിച്ചെടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മട്ടണിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ വളരെ കുറച്ച് ഉപ്പ് മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും, 1/4 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും, 1/4 ടീസ്പൂണ് മുളക് പൊടിയും, 1/4 ടീസ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് വഴറ്റിയെടുക്കാം. മസാലപ്പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നാൽ നമുക്ക് വേവിച്ച് വെച്ച മട്ടണ് ചേർത്ത് കൊടുക്കാം. മട്ടനോട് കൂടെയുള്ള ഗ്രേവിയോട് കൂടെ തന്നെ ഇതിലേക്ക് ചേർക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ചാറൊന്ന് തിക്കാക്കിയെടുക്കാം. ചാറൊന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് കട്ടിക്കുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ നല്ലോണം അങ്ങോട്ട് മിക്സാക്കി എടുത്തിട്ട് ഒന്ന് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ചെറുതായി തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് മിക്സാക്കി എടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. തേങ്ങാപ്പാൽ ചേർത്തതുകൊണ്ട് തന്നെ ഒന്ന് ചൂടാറി കഴിയുമ്പോഴേക്കും ഒന്നുകൂടെ തിക്കായിട്ട് വരും നമ്മുടെ കറി. ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ടേസ്റ്റി ആൻഡ് ഡെലിഷ്യസ് മട്ടൻ കറി റെഡി.